കോളേജിലെത്തി കാറിൽ നിന്നിറങ്ങുന്ന സജയെ കാണാൻ ഫറുവിന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ ചുണ്ടിൽ ഒരു ഇളമുഞ്ചിട്ട് തളം കെട്ടി. നൂറിന് പിറകെ നടന്ന സജയും സനയും എത്തിപ്പെട്ടത് റാഷിക്ക് മുമ്പിലാണ്. അല്ല, ആരിത്? നൂറിന്റെ അഹങ്കാരിപ്പങ്ങളോ? റാഷിയുടെ ചോദ്യം കേൾക്കെ സജയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. എന്താടി നിന്റെ മുഖത്തിനൊരു കനം? എൻ്റെ മുഖത്തിന് കനം വെച്ചാലും കനം കുറഞ്ഞാലും ഒക്കെ ഇയാൾക്കെന്താ? എൻ്റെ മുഖമല്ലേ, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വെക്കും. പിന്നെ അഹങ്കാരം എനിക്കല്ലേ, നിങ്ങൾക്ക് രണ്ടിനും അല്ലല്ലോ. എനിക്ക് അഹങ്കാരം ഉണ്ടല്ലേ, ഞാൻ അങ്ങ് സഹിച്ചു. അല്ല പിന്നെ എന്നെ കണ്ടെടുത്ത കണ്ടൂടെ എന്നോട് പറഞ്ഞാൽ പോരെ, നാട്ടുകാരോട് മൊത്തം പാടി നടക്കുന്ന എന്തിനാ? ആദ്യം റാഷിയോടും പിന്നെ നൂറിനോടുമായിട്ട് കലിപ്പിട്ട് പോവാൻ നിന്നതും തനിക്ക് അടുത്തേക്ക് വന്ന ആളെ കാണാൻ സജ നിന്നെടുത്ത് തന്നെ നിന്ന് മൂപ്പരെ നോക്കി ഇളിച്ചു. എന്താ ഒരു ഇളി? ഒരാഴ്ച ആയല്ലോ ലീവ്, എന്തു പറ്റി? ഓ, അത് പിന്നെ പറയണ്ട മാമ, നല്ല ചുട്ട പനിയാണ് എനിക്ക്. മുഖത്ത് സങ്കടം വാരി വിതറി പറഞ്ഞവളെ കാണാൻ ഹസൻ ഒന്ന് മന്ദഹസിച്ചു. ഇങ്ങോട്ടേക്ക് കെട്ടിയൊരുങ്ങി വരാനൊരു മടിയും കൂടെ പേരിനൊരു പനിയുമാണെന്ന് എൻ്റെ പെങ്ങള് വിളിച്ച് പറഞ്ഞു. ഹസൻ ആക്കി പറഞ്ഞതും സജ നന്നായിട്ടൊന്ന് വിളിച്ചു. മമ്മൻ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയാൽ നല്ലൊരു പെട ഞാൻ കൊടുത്തേനെ. എന്തുണ്ടായാലും ആങ്ങളെന്നെ വിളിച്ചങ്ങ് കാച്ചിക്കോളും. ഇത്രക്ക് സ്നേഹം പാടില്ല ആങ്ങളക്കും പെങ്ങൾക്കും. അവളും മുഖം വീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളിപ്പോയതും അയാൾ ചിരിയോടെ നൂറിനെ നോക്കി. നൂറും റാഷിയും സജ പോയ വഴിയെ നോക്കി ചിരിക്കുകയാണ്. എങ്കിലും നൂറിൻ്റെ ഉള്ളിൽ ഇന്നലെ അവളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു വിങ്ങൽ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ തല്ലുകൊള്ളിയാണേലും അവളുടെ മനസ്സിൽ അവളുടെ ആങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അളക്കാൻ പറ്റാത്ത പോലെ അവന് തോന്നി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒട്ടുമിക്ക ആങ്ങളെയും പെങ്ങളും എപ്പോഴും വഴക്കാണല്ലോ. എത്രമാത്രം അവർക്കിടയിൽ സ്നേഹമുണ്ടെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഒന്ന് കാണാതിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്കിടയിലെ വഴക്കിലും അവർ സ്നേഹം പ്രകടിപ്പിച്ചതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. നൂറിൻ്റെ മനസ്സിൽ സജയും തങ്ങൾക്ക് ഇരുവരും വഴക്കിടുന്നതും അവളെ കാണാതെ ഒരുപാട് കാലം രണ്ട് ദിക്കിലായി ഇരുവരും കഴിഞ്ഞതുമൊക്കെ ഓടി വന്നതും അവനൊന്ന് നിശ്വസിച്ചു. ഇത് റസിയയുടെ മോളാണല്ലേ? ഹസൻ സനയെ നോക്കി ചോദിച്ചതും നൂറിന് മൂളി. നിങ്ങളുടെ കല്യാണം ഈ മാസം നടക്കുമെന്ന് കേട്ടു. അതേതായാലും നന്നായി. അയാൾ ഒരു ചിരിയോടെ ചോദിച്ചത് കേൾക്കെ നൂർ അയാളുടെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണിൽ കണ്ണീരുറവ തളം കെട്ടുന്നത് അവൻ കണ്ടു. എങ്ങനെ സാധിക്കുന്നു ഹസിപ്പക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? എൻ്റെ സെർവിന് പകരം ആരെയും ഈ മനസ്സിൽ കയറ്റാൻ എനിക്ക് പറ്റില്ലെന്ന് ഹസിപ്പാക്കും അമ്മക്കും പപ്പക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തിനാ വെറുതെ ഇവളുടെ ജീവിതം കൂടെ കൊളന്നോണ്ടാൻ എല്ലാവരും കച്ചുകെട്ടി ഇറങ്ങിയത്? നൂറ് വിതുമ്പലടക്കി ചോദിച്ചത് കേൾക്കെ നൂറിനെ പിറകിന്ന് ആരോ തട്ടിയിരുന്നു. നൂറ് സാറിൻ്റെ ചോദ്യം കൊള്ളാം. ഈ സനയുടെ ജീവിതം കൊളന്നോണ്ടാൻ നിന്റെ ഫാമിലിയാണ് കച്ചുകെട്ടി ഇറങ്ങിയത് എന്ന് വെക്കാം. പക്ഷേ ആ ഇലുവെന്ന് പറയുന്ന കൊച്ചുമായിട്ട് ഇയാൾക്കെന്താ ബന്ധം? ഈ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ കാര്യമായി എന്തോ ബന്ധം തോന്നുന്നുണ്ടല്ലോ. ഇനി എൻ്റെ സെറുവിനെ മറന്ന് ഈ ഇലുവെന്ന് പറയുന്ന പെണ്ണുമായി ജീവിതം തുടങ്ങി അവളുടെ ജീവിതം കൊളന്നോണ്ടാൻ മിസ്റ്റർ നൂർ ഇഹ്സാൻ കച്ചുകെട്ടി ഇറങ്ങിയതാണോ? ഇൻസ്റ്റയിലെ സത്താർ കോളേജിൻ്റെ പോസ്റ്റ് കാണിച്ചുകൊണ്ടുള്ള ഫറുവിൻ്റെ ആക്കിയ ചോദ്യം കേൾക്കെ കണ്ണു വിടർത്തി നൂർ ആ പോസ്റ്റിലേക്ക് നോക്കി. റാഷി ആ പോസ്റ്റ് കാണാൻ ഒന്ന് നിശ്വസിച്ചു. ഇന്നലെ മുതൽ ഇലുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുപോലെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതുവരെ അവൾ വീട്ടിലേക്ക് വിളിച്ച് നോക്കിയിട്ടുമില്ല. ആകെ കൂടെ ഒരു ടെൻഷൻ ഉണ്ട് അവനക്ക്. അവളെ ഒന്ന് നേരിട്ട് കാണണം, സംസാരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് കോളേജിലേക്ക് വന്നത് പോലും. ഫറുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ പോസ്റ്റിലേക്ക് സൂക്ഷ്മം നോക്കുന്ന നൂറിനെ കാണി സന എന്തു വലിഞ്ഞ് ആ ഫോണിലേക്ക് നോക്കി. കണ്ണും നോക്കി നിൽക്കുന്ന നൂറിനെയും ഇലുവിനെയും കാണി അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നൂറ് പറഞ്ഞ അവനിപ്പോൾ പ്രണയിക്കുന്ന പെണ്ണ് അവളായിരിക്കുമെന്ന് സനയുടെ മനം മൊഴിഞ്ഞതും ഇലുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ സന ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു.